മലയാള മാസത്തിലെ പൗർണമി കഴിഞ്ഞുള്ള 4-ാമത്തെ തിഥി ചതുർത്ഥിയാണ്. ഈ ചതുർത്ഥി സങ്കടഹര ചതുർത്ഥി എന്നാണ് അറിയപ്പെടുന്നത്. വിഘ്നേശ്വരന് വിനായക ചതുർത്ഥി പോലെ പ്രധാനമാണ് എല്ലാ മലയാള മാസത്തിലും വരുന്ന സങ്കടഹര ചതുർത്ഥി. വിനായക ചതുർത്ഥിക്ക് തൊട്ടു മുന്നേ വരുന്ന ചതുർത്ഥി മഹാസങ്കടഹര ചതുർത്ഥി എന്നാണ് അറിയപ്പെടുന്നത്. കർക്കിടക മാസത്തിലെ സങ്കടഹര ചതുർത്ഥി ഓഗസ്റ്റ് 12-ാം തീയതി ചൊവ്വാഴ്ച വരുന്നതിനാൽ അങ്കാര സങ്കടഹര ചതുർത്ഥി എന്നും ഇതറിയപ്പെടുന്നു. ഈ മഹാ അങ്കാര സങ്കടഹര ചതുർത്ഥി ദിവസം വ്രതം അനുഷ്ഠിച്ചാൽ വർഷത്തിലെ 12 മാസങ്ങളിലും വരുന്ന സങ്കടഹര ചതുർത്ഥി വ്രതം അനുഷ്ഠിച്ച ഫലം ലഭിക്കുന്നതാണ്. ഈ ദിവസം ഗണേശ പ്രീതികരമായ നാമങ്ങൾ ജപിക്കുന്നതിലൂടെ സർവ്വ ദുരിതങ്ങളും അകന്ന് ജീവിതത്തിൽ ഐശ്വര്യം നിറയുന്നതാണ്. ഈ അപൂർവ ദിനത്തിൽ ഗണേശ പ്രതിഷ്ഠയുള്ള ക്ഷേത്ര ദർശനം നടത്തുന്നതും ഗണേശ പ്രീതികരമായ മന്ത്രങ്ങൾ ജപിക്കുന്നതും അതീവ ഫലദായകമാണ്. കറുക, മുക്കുറ്റി എന്നിവ പറിച്ച് കഴുകി ഒരു ഇലക്കീറിൽ വെച്ച് ഭഗവാന് സമർപ്പിക്കുന്നതും 1 രൂപ നാണയം ഒഴിഞ്ഞ് സമർപ്പിക്കുന്നതും ഉത്തമമാണ്. അറിവിന്റെയും ശാസ്ത്രത്തിന്റെയും ദേവനാണ് ഗണപതി ഭഗവാൻ. 432 ദേവന്മാരുടെ ചൈതന്യം നിറഞ്ഞ ദേവനാണെന്നും വിശ്വാസമുണ്ട്. ജാതകപ്രകാരം ജീവിതത്തിൽ അനുകൂല സമയമാണെങ്കിലും ഗണേശ പ്രീതിയില്ലെങ്കിൽ സദ്ഗുണങ്ങൾ ഒന്നും തന്നെ അനുഭവയോഗ്യമാവില്ല. ഉദാത്തമായ ഭക്തിയോടെ ഗണേശനെ വണങ്ങണം. ഭാഗ്യവർദ്ധനവിന് ഗണപതി ഭഗവാന്റെ മൂലമന്ത്രമായ ഓം ഗം ഗണപതയെ നമഃ 108 തവണ ജപിക്കാവുന്നതാണ്. ഗണേശന്റെ 12 നാമങ്ങൾ ചേർന്ന ഗണേശ ദ്വാദശ മന്ത്രം സങ്കടഹര ചതുർത്ഥിയിൽ ജപിക്കുന്നതിലൂടെ ഇഷ്ടകാര്യലബ്ധി, വിഘ്ന നിവാരണം, പാപമോചനം എന്നിവയാണ് ഫലം. 108 തവണ ജപിക്കുന്നത് ശ്രേഷ്ഠമാണ്. അല്ലാത്ത പക്ഷം കുറഞ്ഞത് 3 തവണയെങ്കിലും ജപിക്കുക. ഗണേശ ദ്വാദശ മന്ത്രം ഏതാണെന്ന് നോക്കാം. ഓം വക്രതുണ്ടായ നമഃ, ഓം ഏകദന്തായ നമഃ, ഓം കൃഷ്ണ പിംഗാക്ഷായ നമഃ, ഓം ഗജവക്ത്രായ നമഃ, ഓം ലംബോദരായ നമഃ, ഓം വികടായ നമഃ, ഓം വിഘ്നരാജായ നമഃ, ഓം ധൂമ്രവർണായ നമഃ, ഓം ഫാലചന്ദ്രായ നമഃ, ഓം വിനായകായ നമഃ, ഓം ഗണപതയെ നമഃ, ഓം ഗജാനനായ നമഃ. ഈ ഗണേശ ദ്വാദശ മന്ത്രം നാളെ മഹാസങ്കടഹര ചതുർത്ഥി ദിവസം പൂർണ്ണഭക്തിയോടും വിശ്വാസത്തോടും ചൊല്ലി നോക്കൂ. ഉറപ്പായും ഫലം ഉണ്ടാകുന്നതാണ്.